ഇന്ദ്ര, താൻ കുടിച്ചിട്ടുണ്ടോ? ക്ലോക്കിലേക്ക് നോക്കി സമയം 2 മണിയെന്ന് കണ്ടതും അല്പം ദേഷ്യത്തോടെ സീത ചോദിച്ചു. ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യൂടി കുരുപ്പേ? ഇന്ദ്രൻ പറയുമ്പോൾ അവനൊട്ടും ബോധമില്ലെന്ന് സീതയ്ക്ക് മനസ്സിലായിരുന്നു. അവൾ എന്നെ എന്താന്ന് വെച്ചാൽ പറയട്ടെ എന്നൊരു ചിന്തയിൽ ഒന്നും മിണ്ടാതെ നിന്നു. ഇന്ദ്രേട്ടാ, മിണ്ടാതിരിക്കുക, ഇങ്ങനെയൊന്നും പറയലേ, ആ ഫോൺ ഇങ്ങ് തന്നേ. സീതയുടെ ദേഷ്യം പറയുന്ന അജയൻ പേടിയോടെ പറഞ്ഞു. നീ പോടാ, ഇവളോട് കുറിച്ച് പറയട്ടെ ഞാൻ. എടി കൊച്ചമ്മേ, നീ ഉറങ്ങുമായിരുന്നോ? ടീ ഉറങ്ങടി ഉറങ്ങ്. എൻ്റെ ഉറക്കം കളഞ്ഞ് നീ നന്നായി ഉറങ്ങിക്കോ. നിനക്കറിയോടി, ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന്? ശരിയാ, ഞാൻ കാരണമാ, ഞാൻ തന്നെ എല്ലാത്തിനും കാരണം എന്ന് വെച്ച് നിനക്കൊന്ന് ക്ഷമിച്ചൂടായിരുന്നോടി? ഇന്ദ്രൻ പറയുന്നത് കേട്ടതും തിരിച്ചു പറയാൻ 100 കാര്യങ്ങളുണ്ടെങ്കിലും ബോധമില്ലാത്ത സാധനത്തിനോട് എന്ത് പറയാനാ എന്നൊരു ചിന്തയിൽ മിണ്ടാതെ കേട്ടു നിന്ന് സീത. തലയിൽ കൈവച്ച് ജീപ്പിന് പിറകിലിരുന്ന് അജയനും. നിന്റെ കൈയും കാലും കെട്ടിത്തൂക്കി എടുത്തുകൊണ്ട് വരാൻ അധിക സമയമൊന്നും വേണ്ടടി ഈ ഇന്ദ്രന്. ഇന്ദ്രൻ ഉറക്കെ പറഞ്ഞതും ഇന്ദ്രേട്ടാ, അങ്ങനൊന്നും പറയല്ലേ എന്നൊരു അപേക്ഷ പോലെ അജയൻ വിളിച്ചതും മിണ്ടാതിരിക്കടാ, ഞാൻ എൻ്റെ പെണ്ണിനോട് സംസാരിക്കുന്നത് കാണുന്നില്ല നീ? കമ്പനിയിലെ കണക്കൊക്കെ പിന്നെ നോക്കാം. ഇന്ദ്രൻ പറയുമ്പോൾ അവനെ നോക്കി നിശ്വസിച്ചു അജയൻ. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത് സീതമ്മേ? അവൻ ചോദിച്ചതും കയ്യും കാലും കെട്ടി തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നത് വരെ. സീത അവൻ്റെ നാവ് കൊഴിഞ്ഞുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ആ, തൂക്കിയെടുത്തുകൊണ്ട് വരാൻ അറിയാഞ്ഞിട്ടല്ല, നീയായിട്ട് പോയതല്ലേ, നീയായിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് കരുതിയിട്ടാ. എടി ഗിഫ്റ്റൊക്കെ റൂമിൽ വെച്ച് പോകാൻ നീ ആരാടി? നിറം സിനിമയിലെ ശാലിനിയോ? ഗിഫ്റ്റ് വാങ്ങിയാൽ നേരിട്ട് തരണം, എന്നിട്ട് കെട്ടിപ്പിടിച്ച് പറയണം ഹാപ്പി ആനിവേഴ്സറി ചേട്ടാന്ന്. അല്ലാതെ നിൻ്റെ അമ്മൂമ്മയുടെ ഫയൽ കാണാനില്ലെന്നും പറഞ്ഞ് നാടകം കളിക്കല്ലേ വേണ്ടത്. ഇന്ദ്രൻ പറയുന്നത് കേട്ടതും ഓഹോ, താൻ എന്താ ചെയ്തത്? സ്കൂൾ വരെ വന്നിട്ട് അജയൻ്റെ കയ്യിൽ സാരിയും കൊടുത്ത് മറിഞ്ഞു നിന്നില്ലേ? ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയോ? എനിക്കറിയാം അന്ന് അജയൻ തനിച്ചല്ല ഇങ്ങോട്ട് വന്നതെന്ന്. താനും ഉണ്ടായിരുന്നില്ലടോ കൂടെ. എന്നിട്ട് താൻ കെട്ടിപ്പിടിച്ച് പറഞ്ഞോ ഹാപ്പി ആനിവേഴ്സറി എന്ന്? പിന്നെ തൂക്കിയെടുത്ത് കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഇനി അങ്ങോട്ട് വരില്ലെങ്കിലോ? ഇവിടെ സ്ഥിരതാമസാക്കാൻ പോവാ ഞാൻ. സീത പറഞ്ഞു. പോവാ, നിന്നെ ഞാൻ അവിടെ സ്ഥിരമാക്കാം. 2 മാസം, 2 മാസം ഞാൻ നോക്കും. അത് കഴിഞ്ഞ് നീ വന്നില്ലെങ്കിൽ പൊന്നു മോളെ സീതമ്മേ, ഞാൻ ആരാണെന്ന് നീ അറിയും. അത്രയും പറഞ്ഞ് ഫോൺ വെച്ച് ഇന്ദ്രൻ ദേഷ്യത്തോടെ ഫോണിലേക്ക് നിലത്തേക്ക് എറിയാൻ നിന്നതും ഇന്ദ്രേട്ടാ വേണ്ട, ഈ മാസം ഇത് 4ാമത്തെ ഫോണാണ്, പ്ലീസ് എറിയരുത്. ഇന്ദ്രൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് അജയൻ പറഞ്ഞു. വണ്ടി എടുക്കടാ. ഇന്ദ്രൻ ദേഷ്യത്തോട് പറഞ്ഞ് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. അജയൻ പേടിയോടെ വണ്ടി മുന്നോട്ടെടുത്തു. എന്നാൽ ബോധമില്ലാതെയാണെങ്കിലും ഇന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ഒരു ചിരിയോടെ കാട്ടിലേക്ക് മലർന്നു കിടന്നു സീത. കള്ളും കുടിച്ച് ദേഷ്യത്തോടെ പറഞ്ഞതാണെങ്കിലും പറഞ്ഞതിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് തന്നോടുള്ള സ്നേഹമല്ലേ, അകന്നു പോയതിൻ്റെ സങ്കടമല്ലേ, അവനിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളല്ലേ. ഇന്ദ്രൻ്റെ ഷർട്ട് ഒന്നുകൂടെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ഒരു പുഞ്ചിരിയോടെ മെല്ലെ കണ്ണുകൾ അടച്ചു സീത. ഇന്ദ്രേട്ടാ, എണീക്ക് ഇന്ദ്രേട്ടാ. കമിഴ്ന്ന് കിടക്കുന്ന ഇന്ദ്രനെ അജയൻ കുലുക്കി വിളിച്ചു. അജയ, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, മര്യാദയ്ക്ക് പോക്കോ. അത്രയും പറഞ്ഞ് തലവഴി ഒന്നുകൂടെ ബ്ലാങ്കറ്റ് എടുത്ത് പുതച്ചു ഇന്ദ്രൻ. ഇത് എന്തുറക്കും ഇന്ദ്രേട്ടാ, നമുക്ക് പോവണ്ടേ, ഇപ്പോൾ തന്നെ സമയം വൈകി. ഉള്ളിൽ പേടിയുണ്ടെങ്കിലും അജയൻ അവൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. പോവേ എങ്ങോട്ട്? നീ എന്നൊന്ന് ശല്യപ്പെടാതെ പോകുന്നുണ്ടോ? മനുഷ്യന് തലവേദനിച്ചിട്ട് വയ്യ. കണ്ണുകൾ തുറക്കാതെ ഇന്ദ്രൻ പറഞ്ഞു. അപ്പോൾ ചേച്ചിയെ കാണാൻ പോവണ്ടേ? സംശയഭാവത്തോട് അജയൻ ചോദിക്കുമ്പോൾ കണ്ണു തുറന്ന് അവനെ നോക്കി ഇന്ദ്രൻ. കുളിച്ച് റെഡിയായി എങ്ങോട്ടോ പോകാൻ ഒരുങ്ങി നിൽക്കുന്നവനെ അടിമുടിയൊന്ന് നോക്കി ഇന്ദ്രൻ. ഏത് ചേച്ചി? നീ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഇന്ദ്രൻ എഴുന്നേറ്റിരുന്ന് തലയിൽ അമർത്തി പിടിച്ചു. തലവെട്ടി പിളരും പോലെ തോന്നുന്നുണ്ടവന്. ഇന്നലെ കുടിച്ചത് ഓവറായതാണ്. ഇന്ദ്രേട്ടനല്ലേ ഇന്നലെ ചേച്ചിയെ കാണാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് ചേച്ചിയുടെ അടുത്തേക്ക് പോകാൻ എന്ത്? അപ്പോൾ കുടിച്ച കെട്ടി ഇറങ്ങിയിട്ട് പോവാം എന്ന് പറഞ്ഞ് ഞാനല്ലേ ഇന്ന് പോവാമെന്ന് പറഞ്ഞത്, മറന്നോ അതൊക്കെ? അജയൻ ചോദിച്ചതിന് അവനെ നോക്കിയൊന്ന് ചിരിച്ചു ഇന്ദ്രൻ. കുടിച്ച കള്ളിൻ്റെ പുറത്ത് പറയുന്നതല്ലേ അതൊക്കെ, വിട്ടുകളാ. ഇന്ദ്രൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ഓഹോ, അപ്പോൾ ഇന്നലെ സീതേച്ചിക്ക് വിളിച്ചത് മറന്നിട്ടുണ്ടാവൂലേ? കട്ടിൽ കിടന്നിരുന്ന ഒരു കള്ളച്ചിരിയോട് അജയൻ പറയുമ്പോൾ മുന്നോട്ട് നടന്നവൻ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഞാൻ സീതയെ വിളിച്ചോ? പകപ്പോടെ ഇന്ദ്രൻ ചോദിക്കുമ്പോൾ അവനെ നോക്കാതെ ഫോണിലേക്ക് നോക്കിയിരുന്ന അജയൻ വിളിച്ചു എന്ന് മാത്രമല്ല ചേച്ചിയോട് വഴക്കിടും ചെയ്തു. മുന്നിൽ നിൽക്കുന്നതിനെ നോക്കാതെ അജയൻ പറയുമ്പോൾ കണ്ണുകളൊന്നും മുറുക്കി അടിച്ച് ഇന്നലെ ഉണ്ടായതൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഇന്ദ്രൻ. ഇന്നലെ കുപ്പി വാങ്ങി റോഡും പാടവും ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് വണ്ടി നിർത്തി ഇറങ്ങി കുപ്പി പൊട്ടിച്ചത് കുടിച്ചത് വരെ ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞുള്ള ഒന്നും ഓർമ്മയില്ല. ഈ കട്ടിൽ വന്ന് കിടക്കുന്നത് പോലും മനസ്സിലേക്ക് വരുന്നില്ല. ഓർമ്മകൾ വീണ്ടെടുക്കാൻ എന്നോണം ഇന്ദ്രൻ തലയൊന്ന് കുടഞ്ഞു. ഇല്ല, ഒന്നും ഓർമ്മ വരുന്നില്ല. നീ താഴെ ഇരുന്നേ, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഗൗരവത്തോടെ ഇന്ദ്രൻ പറഞ്ഞതും ഫോണിൽ തലയുയർത്തി അവനെ ഒന്ന് നോക്കി അജയൻ. ഞാൻ ഇവിടെ ഇരുന്നാളാം ഇന്ദ്രേട്ടാ, വേഗം കുളിച്ചു വാ. അജയൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഞാൻ അവൾക്ക് വിളിക്കുമ്പോൾ ആ ഫോണൊന്ന് വാങ്ങി വെക്കേണ്ടേ? പോത്തെ, എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് പോക്കോ, നീ ഇറങ്ങിപ്പോടാ. വാതിലിന് നേരെ ചൂണ്ടി ഇന്ദ്രൻ പറയുമ്പോൾ അവനെ നോക്കാൻ പോലും പേടി തോന്നി അജയന്. അവനൊന്നും മിണ്ടാതെ വേഗം തല താഴ്ത്തി പുറത്തേക്ക് നടന്നു. പിന്നെ വെട്ടുപോത്ത് കുത്താൻ നിൽക്കും പോലെ നിൽക്കുന്ന നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് വേണം എന്നെ പിടിച്ച് പാടത്തേക്ക് എറിയാൻ. പുറത്ത് കടന്നും ആരോടൊന്നില്ലാതെ അജയൻ പറഞ്ഞ് സ്റ്റെപ്പുകൾ ഇറങ്ങി. ഇന്ദ്രൻ ദേഷ്യത്തോടെ വാതിൽ കൊട്ടിയടിച്ച് ധൃതിയിൽ വേഗം ഫോൺ എടുത്ത് കോൾ റെക്കോർഡ് എടുത്തു.
ഇന്നലെ സീതയ്ക്ക് വിളിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തതും ഓൺ ചെയ്തതും തൻ്റെ ഉറക്കെയുള്ള വിളി കേട്ടതും കണ്ണുകൾ മുറുകെ അടിച്ചു പോയി ഇന്ദ്രൻ. പിന്നീട് അങ്ങോട്ട് താൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും കേൾക്കെ തലയിൽ കൈവച്ച് കട്ടിലിരുന്ന് പോയി അവൻ. താൻ പറയുന്നതും തനിക്ക് മറുപടി അവൾ പറയുന്നതും ഇടയിൽ ദയനീയതയോടെ ഇന്ദ്രേട്ടാ എന്ന് വിളിക്കുന്ന അജയനും അവന് മറുപടി കൊടുത്തതും എല്ലാം കേട്ട് ആകെ ചൂളിപ്പോയി ഇന്ദ്രൻ. ഉള്ള വിലയെല്ലാം പോയല്ലോ കോപ്പ്. അവസാനമായി താൻ പറഞ്ഞത് കൂടെ കേട്ടതിന് ശേഷം ഫോൺ കട്ടായതും അവൻ പറഞ്ഞു പോയി. തറവട്ടമേ, ഒരു ചൂട് ദോശ കൂടെ. പ്ലേറ്റിലുള്ള അവസാനത്തെ ദോശ കൂടെ അകത്താക്കി അജയൻ്റെ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ചൂട് ദോശയില്ല, ചൂടുള്ള ചട്ടുകാണ് വെക്കേണ്ടതും. ചട്ടുകത്തിന് മുകളിലുള്ള ദോശ അവൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്ത് ദേഷ്യത്തോടെ തറവാട്ടമ്മ പറഞ്ഞു. അവനൊന്ന് ഇളിച്ചു കാണിച്ച് ദോശയിലേക്ക് കടലക്കറി ഒഴിച്ചു. ചിരിക്കലെ നീ, ഇന്നലെ രണ്ടിൻ്റെയും കോലം എന്തായിരുന്നെന്ന് ഓർമ്മയുണ്ടോ? അദ്ദേഹം കാണാതെ അവനെ ഒന്ന് റൂമിലേക്ക് കൊണ്ടുപോയി വിട്ടത് എങ്ങനെയെന്ന് എനിക്കറിയൂ. നീയാണെങ്കിൽ ഹാളിലെത്തിയതും അവിടെ അങ്ങ് ചുരുണ്ട് കിടന്നു. അവൻ്റെ തോളിൽ തലി തമ്പുരാട്ടിയമ്മ പറഞ്ഞു. അതൊന്നും സാരില്ല എൻ്റെ തമ്പുരാട്ടിയമ്മേ, എന്തായാലും എല്ലാതും നല്ലതിനല്ലേ. ഇതേ നോക്കിയേ, ഞാൻ എങ്ങോട്ട് പോകാൻ ഒരുങ്ങിയിരിക്കുന്നതെന്നറിയോ? തമ്പുരാട്ടമ്മയെ സമാധാനിപ്പിക്കാൻ എന്നോണം അജയൻ പറഞ്ഞു. എങ്ങോട്ടാ? അവനെ നോക്കി സംശയഭാവത്തോടെ അവർ ചോദിച്ചു. ഇന്ദ്രേട്ടന് സീതേച്ചിയെ കാണാൻ തോന്നുവാന്ന്. ഇനി പോകാൻ നേരം തമ്പുരാട്ടമ്മ ഇന്ദ്രേട്ടനോട് വഴക്കൊന്നും പറയണ്ട. പാവം ഭാര്യയില്ലാത്ത സങ്കടത്തിൽ കുടിച്ചതാവും. നീയും നിൻ്റെ ഒരു ഇന്ദ്രേട്ടനും ഇനി കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി ചെക്കൻ നന്നായിന്ന്. എവിടെ, ശങ്കരൻ ഇപ്പോഴും തെങ്ങിനുമേ തന്നെ. അജയൻ പറയുമ്പോൾ അവനൊന്ന് കൂർപ്പിച്ചു നോക്കി തമ്പുരാട്ടിയമ്മ പറഞ്ഞ് അകത്തേക്ക് നടന്നു. അമ്മേ, അമ്മേ. മുകളിൽ നിന്നും ഉറക്കെ ഇന്ദ്രൻ വിളിച്ചതും അടുക്കളയിലുണ്ടായിരുന്ന തമ്പുരാട്ടിയമ്മ ഹാൾ വന്ന് അവനെ നോക്കി. എന്താടാ? മുകളിൽ നിന്ന് ഉറക്കെ വിളിക്കുന്നവനെ നോക്കി തമ്പുരാട്ടിയമ്മ ചോദിച്ചു. എൻ്റെ ബ്ലാക്ക് ഷർട്ട് എവിടെ? അവനൊരു മുണ്ട് മാത്രം എടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. മുടിയെല്ലാം ചീകി ഒതുക്കി എങ്ങോട്ട് പോകാനായി നിൽക്കുന്നവനെ കണ്ടതും ഇന്നലെ വന്ന കോലം ഓർത്ത് അവരുടെ മുഖം പരിഭവം കൊണ്ടൊന്ന് വീർത്തു. നിൻ്റെ ഷർട്ട് എവിടെയെന്ന് എനിക്കെങ്ങനെ അറിയും? ഷെൽഫിൽ നോക്ക്. കാണാനില്ലെങ്കിൽ നിൻ്റെ ഭാര്യയെ വിളിച്ച് ചോദിക്കുക. അവർ പറഞ്ഞ് ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അത് ഇന്നലെ കുടിച്ചു വന്നതിൻ്റെ ദേഷ്യമാണെന്ന് അവർ പറയാതെ തന്നെ അവനറിയാമായിരുന്നു. പിന്നെ ഇനി ഷർട്ട് എവിടെ നിന്ന് കൂടെ ചോദിച്ച് വിളിച്ചാൽ മതി. ഇന്നലത്തെ കൂടെ ചേർത്ത് അവൾ പറയും. അവൻ മനസ്സിലോർത്ത് കയ്യിൽ കിട്ടിയൊരു നേവി ബ്ലൂ കളർ ഷർട്ട് എടുത്തിട്ടു. കറുപ്പ് കരയുള്ള മുണ്ട് മാറ്റി ഷർട്ടിൻ്റെ അതേ കളർ കരയുള്ള മുണ്ട് എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി. അവനറിയില്ലല്ലോ അവൻ്റെ പ്രിയപ്പെട്ടവൾ ആ ഷർട്ട് നെഞ്ചോട് ചേർത്താണ് ഇപ്പോൾ ഉറങ്ങുന്നതും ഉണരുന്നുമെന്നും. അജയ വാ. അടുത്ത ദോശയ്ക്ക് വേണ്ടി തമ്പുരാട്ടമ്മയെ വിളിക്കാൻ നിന്നവൻ ഇന്ദ്രൻ വിളിക്കുന്നത് കേട്ടതും അവനെ നോക്കി. ഇന്ദ്രേട്ടാ, കഴിക്കണ്ടേ? അവൻ ചോദിച്ചതും അവനെന്ന് കലിപ്പിച്ച് നോക്കി പുറത്തേക്ക് നടന്നു ഇന്ദ്രൻ. അവൻ്റെ നോട്ടം കാണേ വേഗം ഇരുന്നിടത്ത് എഴുന്നേറ്റ് ധൃതിയിൽ കൈ കഴുകി ഇന്ദ്രൻ്റെ പുറകെ നടന്നവൻ. ഇന്ദ്ര, ദാ ഇതും കൂടെ കൊണ്ടുപോ. കയ്യിലൊരു കവറും പിടിച്ച് ഒരു ചിരിയോടെ വരുന്ന തമ്പുരാട്ടിയമ്മയെ കാണേ അവരെയും നോക്കി ബൈക്കിലേക്ക് കയറി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു അവൻ. ഇതെന്താ തമ്പുരാട്ടിയമ്മേ? തമ്പുരാട്ടിയമ്മയുടെ കയ്യിൽ നിന്ന് ആ കവർ വാങ്ങി ഇന്ദ്രൻ്റെ ബൈക്കിൻ്റെ പിറകിലേക്കായി കയറി അജയൻ ചോദിച്ചു. അത് ഇത്തിരി ഇരയടയാ. നിങ്ങൾ സീതയെ കാണാനല്ലേ പോകുന്നേ? അവൾക്ക് വലിയ ഇഷ്ടമാണ് അത്. ഒരു പുഞ്ചിരിയോടെ തമ്പുരാട്ടിയമ്മ പറഞ്ഞതും അജയ ആ കവറങ്ങ് കൊടുത്തേ. ഗൗരവത്തോടെ ഇന്ദ്രൻ പറയുമ്പോൾ പുഞ്ചിരിയോടെ നിന്ന് തമ്പുരാട്ടിയമ്മയും അജയനും പരസ്പരം നോക്കി. കൊടുക്കാൻ. ദേഷ്യത്തോടെ ഇന്ദ്രൻ വീണ്ടും പറഞ്ഞതും തമ്പുരാട്ടമ്മയെ സങ്കടത്തോടെ നോക്കി അജയൻ അവൻ്റെ കയ്യിലെ കവർ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. നിങ്ങൾ അവളെ കാണാൻ പോവുകയാണെന്ന് അജയൻ പറഞ്ഞല്ലോ. വിഷമത്തോടെ തമ്പുരാട്ടമ്മ പറഞ്ഞു. അമ്മയല്ലാതെ ഈ കുറുക്കൻ പറയുന്നത് വിശ്വസിക്കുമോ? ഞാൻ കൂപ്പിലേക്കാ. അവിടുത്തെ കണക്കുകളൊക്കെ നോക്കിയിട്ട് കുറച്ചായി. ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാവില്ല. അവൻ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നിന്ന് തമ്പുരാട്ടിയമ്മ. ഇലയടയും ഉണ്ണിയപ്പവും ഒക്കെ കഴിക്കാൻ തോന്നുമ്പോൾ അവളിങ്ങ് വരും. അങ്ങോട്ട് കൊടുത്തു വിടാൻ അവൾ ഗൾഫിലൊന്നും അല്ലല്ലോ. ലീവ് കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരാനും ഇവിടെയുള്ളവരൊക്കെ കാണാൻ തോന്നുവാണെങ്കിൽ വരട്ടെ. അത്രയും പറഞ്ഞവൻ ബൈക്ക് മുന്നോട്ടെടുത്ത് പോകുമ്പോൾ പിന്നിലിരിക്കുന്ന അജയൻ വിഷമത്തോടെ തമ്പുരാട്ടിയമ്മയെ നോക്കി. അവരുടെ രണ്ടുപേരുടെയും വിഷമം അവരുടെ മുഖത്ത് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്നു സിന്ധു, മതി ഒരുങ്ങിയതൊന്നും വരുന്നുണ്ടോ? സമയം പോണു. സീത കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒരുങ്ങുന്ന സിന്ധുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് നിൽക്കെൻ്റെ സീതേ, ഇക്കാക്കൊരു സെൽഫി എടുത്തു വിടട്ടെ, അല്ലെങ്കിൽ അതും മതി പിണങ്ങാൻ. അതും പറഞ്ഞൊരു സെൽഫി എടുത്ത് വാട്സപ്പ് എടുത്ത സിന്ധു അവളുടെ ഇക്കാക്കയ്ക്ക് ആ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ തന്നെ ഒരു കിസ്സിങ് ഇമോജി അവന് തിരിച്ചും അയച്ചു. ഡോർ ലോക്ക് ചെയ്ത് ഗേറ്റ് മടിച്ച സീതയും സിന്ധുവും മുന്നോട്ട് നടന്നതും അവരുടെ മുന്നിലേക്ക് ഒരു ടാക്സി കാർ വന്നതും ഒരുമിച്ചായിരുന്നു. ഒരു ഞെട്ടിലൂടെ സീതയും സിന്ധുവും പിറകിലേക്ക് നീങ്ങിയതും ആ കാറിൻ്റെ പിൻസീറ്റിൽ നിന്ന് പുഞ്ചിരിയുടെ ചെറുപ്പക്കാരൻ ഇറങ്ങിയതും സീതയും സിന്ധുവും ഒരു കണ്ണുകൾ വളർത്തിയവനെ നോക്കി. ഒരു നിമിഷത്തെ ഞെട്ടലിന് ശേഷം സിന്ധു ഇക്ക എന്ന് വിളിച്ച് അവനെ ഇറുകെ കെട്ടിപ്പിടിക്കുമ്പോൾ അവളെ ചേർത്ത് പിടിച്ച അവനും രണ്ടുപേരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു പോയിരുന്നു. ആ നിമിഷം ആ സുന്ദരമായ കാഴ്ച നോക്കി പുഞ്ചിരിയോടെ സീതയും. വരുന്ന കാര്യം എന്താ പറയാഞ്ഞ ഇക്ക? പുഞ്ചിരിയോടെ അവൻ്റെ കയ്യിൽ തൂങ്ങി സിന്ധു ചോദിച്ചു. പറഞ്ഞിരുന്നെങ്കിൽ ദേ ഈ ഞെട്ടിൽ എനിക്ക് കാണാൻ പറ്റുമോ? ഇങ്ങനെ വരുന്ന ഒരു ത്രില്ല് അത് വേറെ തന്നെയല്ലേ? അവളുടെ മൂക്കിൻ തുമ്പിലും തട്ടി അവൻ ചോദിക്കുമ്പോൾ അവൾ അവനോട് ഒന്നുകൂടെ ചേർന്ന് നിന്നു. സീതയല്ലേ? സിന്ധുവിനെ ചേർത്ത് പിടിച്ചവൻ ചോദിക്കുമ്പോൾ ഒന്ന് തലയാട്ടി പുഞ്ചിരിച്ചു സീത. ഇവൾക്കിപ്പോൾ വിളിച്ചാൽ തൻ്റെ കാര്യം പറയാനേ സമയമുള്ളൂ. സിന്ധുവിനെ നോക്കിയൊരു ചിരിയോടെ സീതയോട് അവൻ പറയുമ്പോഴും സീതയിലൊരു പുഞ്ചിരി മാത്രമാണ്. ഞാൻ പൊക്കോട്ടെ, സിന്ധു ഇന്ന് ലീവല്ലേ? സിന്ധുവിനെ നോക്കിയൊരു കള്ളച്ചിരിയോടെ സീത ചോദിച്ചു. സിന്ധു ടീച്ചർ ഇനിയൊരു മാസത്തേക്ക് ലീവാണ് അല്ലേ ടീച്ചറെ? സീതയ്ക്കുള്ള മറുപടി അവളുടെ ഇക്ക കൊടുത്തതും കണ്ണു കുറിപ്പിച്ചൊരു നോട്ടം നോക്കി സീത അവരോട് യാത്ര പറഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ സിന്ധുവിൻ്റെ തോളിലൂടെ കൈയിട്ട് അവൻ അവരുടെ വീട്ടിലേക്ക് നടന്നു.
അവരുടെ പ്രണയത്തിനും വിരഹത്തിനും സാക്ഷിയായി വീട്. അവരുടെ കൂടിച്ചേരലിനും കൂടി ആ വീട് സാക്ഷിയാവാൻ ഒരുങ്ങി. ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോഴാണ് സിത്തുവിനൊരു കോൾ വന്നത്. ആ കോൾ കട്ടായതും വേഗം അവിടെ അടുത്തുള്ളൊരു ഒഴിഞ്ഞ ക്ലാസ് മുറിയിലേക്ക് ഓടി സിത്തു. എന്താ, എന്തിനാ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്താ പറ്റി? എന്തിനാ ദിയെ കരയുന്നേ? ദിയെ കരയുന്നത് കണ്ടാണ് സിത്തു അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചത്. ത്തോടെ ദിയെ നോക്കി നിൽക്കുന്നവരോട് സിത്തു ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടാതെ ദിയെ നോക്കി നിന്നു. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? എന്തിനാ ദിയെ കരയുന്നെന്ന് സിത്തു അല്പം കടുപ്പിച്ച് ചോദിച്ചതും ഇവൾ ലൈബ്രറിയിലേക്ക് പോയപ്പോൾ ഒഴിഞ്ഞുകിടന്ന കെമിസ്ട്രി ലാബിൽ വെച്ച് ഒരാൾ ക്വിസ് ചെയ്തു എന്ന്. പിന്നെ ഇവളെ സുപ്രിയ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ സിത്തു ദിയെ നോക്കി. അവിടെ ഇപ്പോഴും കരച്ചിൽ മാത്രമാണ്. മുഖം കൈകൊണ്ട് മൂടി പൊട്ടി കരയുന്നവളെ കണ്ടതും സിത്തു ഒരു ദീർഘശ്വാസം എടുത്ത് അവളുടെ അടുത്തായിരുന്നു. അവളുടെ തൊള്ളിൽ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. കരയല്ലേ ദിയ, നിന്റെ കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ, പേടിക്കണ്ട, പറ ആരാ നിന്നെ? സിത്തുവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ കരഞ്ഞു തളർന്ന മിഴികളോടെ സിത്തുവിനെ നോക്കി ദിയ. പറ ദിയ, ആരാ നിന്നെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചത്? ധൈര്യം കൊടുക്കുമ്പോൾ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് സിത്തു ചോദിച്ചതും കവളിലേക്ക് ഒഴുകി വന്ന കണ്ണീർ പുറം കൈയാൽ അമർത്തി തുടച്ച് സിത്തുവിനെ നോക്കി ദിയ. അത് ആര്യൻ. ദിയ പറയുന്നവർ ഞെട്ടലോടെ സിത്തു അവളെ നോക്കി. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന കൈ എടുത്ത് അവളെ നോക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളും ചുണ്ടിൻ്റെ അറ്റത്ത് ചുവന്ന് കിടക്കുന്ന മുറിവും കീറിയ ഡ്രസ്സ് മറച്ചു വെച്ചിരിക്കുന്ന പോലെ ഷാൾ കൊണ്ട് മറച്ചു വെച്ചതും എല്ലാം കാണേ കണ്ണുകളൊന്നും മുറുക്കടിച്ച് തുറന്നു സിത്തു. സിത്തുവിൻ്റെ കണ്ണുകൾ ചുവന്നു പോയിട്ടുണ്ട്. ആകെ ദേഷ്യം കൊണ്ട് വിറച്ചു പോകുന്നവൾ. ആരും നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമല്ല സിത്തു. എന്നോട് അവൻ മോശമായി പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഞാൻ. പിന്നെ നമ്മൾ അവൻ്റെ ബാഗിൽ ഡ്രഗ്സ് വെച്ചില്ലേ, അത് അച്ഛമ്മനോട് പറയുമെന്നും പറഞ്ഞ് എത്ര രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്ന് അറിയും നിനക്ക്? ഞാൻ ആരോടും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. സിത്തുവിൻ്റെ മുഖം മാറുന്നതും അവിടെ ദേഷ്യം നിറയുന്നതും കാണേ ഉള്ളിൽ ചിരി മറച്ചു വെച്ച് സുപ്രിയ പറഞ്ഞതും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, വാ ദിയ, നമുക്ക് ഇതിപ്പോൾ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാം. സിത്തു പറയുമ്പോൾ ദിയൊരു ഞെട്ടലോടെ സുപ്രിയെ നോക്കി. അത് വേണ്ട സിത്തു, ആരെങ്കിലും അറിഞ്ഞ പ്രശ്നമാവും. സിത്തുവിൻ്റെ കയ്യിൽ പിടിച്ച് സുപ്രിയ പറഞ്ഞു. എന്ത് പ്രശ്നം? സുപ്രിയെ ചുഴി നോക്കി സിത്തു ചോദിച്ചു. അത് പിന്നെ കോളേജ് മൊത്തം അറിയില്ല ഇതൊക്കെ. അത് ഇവൾക്ക് മോശപ്പേരാവും. അതുകൊണ്ട് ഇപ്പോൾ ഇതാരും അറിയണ്ട. ഇനി എന്തെങ്കിലും ഉണ്ടായാലും നമുക്ക് നോക്കാം. മുഖത്തെ പതർച്ച മറച്ചുകൊണ്ട് സുപ്രിയ പറഞ്ഞു. പറ്റില്ല, ഇതിപ്പോൾ തന്നെ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കണം. ഇവിടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് യാതൊരു സംരക്ഷണവും ഇല്ല എന്നൊന്നും അറിയണം. CCTV ഉണ്ടാവും അവിടെ, തെളിവോടെ തന്നെ എല്ലാവരും അറിയണം. മുന്നിലേക്ക് നടന്ന് സിത്തു പറയുമ്പോൾ ദിയ പേടിയോടെ അവളുടെ കയ്യിലായി പിടിച്ചു. വേണ്ട സിത്തു, എനിക്ക് പേടിയാ, ആരെയും അറിയിക്കേണ്ട. കണ്ണീരോടെ ദിയ പറഞ്ഞു. അപ്പോൾ നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത ആളോട് ക്ഷമിക്കണം എന്നാണോ നീ പറയുന്നത്? അങ്ങനെ ക്ഷമിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. നീ എൻ്റെ ഫ്രണ്ടാ. എൻ്റെ ഫ്രണ്ടിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നോക്കി നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഇത് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും. സിത്തു ഉറപ്പോടെ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കിപ്പോയി അവിടെയുള്ളവർ. അപ്പു ദിയെ കയറി പിടിച്ചു എന്നറിഞ്ഞാൽ കരഞ്ഞു തളർന്നു പോകും, അവനെ വെറുക്കും. പിന്നെ സിത്തു അപ്പുവിനെ നോക്കില്ലെന്നൊരു പ്ലാനിങ്ങിൽ തുടങ്ങിയതാണ്. പക്ഷേ അവൾ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് അവർ കരുതിയില്ല. ദിയ വന്നേ, ഇപ്പോൾ തന്നെ എല്ലാവരോടും പറയാം. ക്ലാസ്സിലുള്ളവരൊക്കെ അറിയട്ടെ അവൻ്റെ സ്വഭാവം. സിത്തു ദിയയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. ആര്യനെങ്ങാനും ഇതറിഞ്ഞാൽ പിന്നെ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് വ്യക്തമായി അറിയുന്ന ദിയയുടെ ഉള്ളിൽ പേടി കൂടി. അത് സിത്തു ആര്യനാണോന്ന് എനിക്ക് ഉറപ്പില്ല. ഇരുട്ടിൽ മുഖം കണ്ടില്ല ഞാൻ. ആര്യനെ പോലെ ഒരാളായിരുന്നു. ദിയ പറഞ്ഞതും സിത്തു അവളും തിരിഞ്ഞു നോക്കി. അപ്പോൾ നീ ആര്യനെ കണ്ടില്ലല്ലേ? സിത്തു ചോദിച്ചതിന് പേടിയോടെ ഉമിനിറക്കി ഇല്ലം തലയാട്ടി ദിയ. ആ നിമിഷം അവളുടെ കവിൾ സിത്തുവിൻ്റെ കൈ ആഞ്ഞു പതിഞ്ഞു. സിത്തുവിൻ്റെ ആ പ്രവൃത്തിയിൽ പേടിയുടെ കവിളിൽ കൈവച്ച് രണ്ടടി പുറകോട്ട് നിന്ന് ദിയ. ഈ അടി എന്തിനാണെന്നറിയോ? ഒരു ഫ്രണ്ടായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എന്നോട് ഇങ്ങനെയൊരു കള്ളക്കഥ പറഞ്ഞതിന്. നീ ആര്യൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നീ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് മനസ്സിലായിരുന്നു. അവളുടെ ഒരു അഭിനയം, ഗ്ലിസറിൻ വെച്ചുള്ള കരച്ചിലും കൂട്ടു നിൽക്കാൻ കുറേ. ബാക്കി പറയാതെ അവരെ തറപ്പിച്ച് നോക്കി തിരിഞ്ഞു നടന്നു സിത്തു. പ്ലാനിങ് ഫുൾ തകർന്ന വിഷമത്തിൽ അവൾ പോകുമെന്ന് നോക്കി ദേഷ്യത്തോടെ നിന്നു അവളുടെ ഫ്രണ്ട്സ്. സിത്തു കുറച്ച് മുന്നോട്ട് നടന്നൊന്ന് തിരിഞ്ഞു. പിന്നെ എനിക്കിപ്പോൾ നിങ്ങളെക്കാൾ വിശ്വാസമാണ് ആര്യനെ. അതുകൊണ്ട് കള്ളക്കഥകൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്ന കഥ ഉണ്ടാക്കാൻ നോക്ക്. അവരെ നോക്കി ഒരു പുച്ഛത്തോടെ പറഞ്ഞ് സിത്തു ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ചുമരിനപ്പുറം എല്ലാം കേട്ട ഒരാളുണ്ടായിരുന്നു. അടുക്കളയിൽ ഓരോ തമാശകളും പറഞ്ഞ് ചിരിയോടെ നിൽക്കുകയാണ് സീതയും സിന്ധുവും. കൂടെ എല്ലാത്തിനെയും കൂട്ടായി അവളുടെ ഇക്കയും. ഒരുപാട് തവണ ഹോസ്റ്റലിലേക്ക് മാറാൻ സീത ശ്രമിച്ചുവെങ്കിലും അതിനൊന്നും സമ്മതിക്കാതെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് സിന്ധു. ഒരു പുരുഷനുള്ള വീട്ടിൽ നിൽക്കാൻ സീതയ്ക്ക് ആദ്യമൊന്നും ഒട്ടും താല്പര്യമില്ലായിരുന്നു. എങ്കിലും പിന്നെ അയാളുടെ സ്വഭാവവും സംസാരവും എല്ലാം കൊണ്ടും അയാൾ നല്ലൊരു മനുഷ്യനാണ് തോന്നി സീതയ്ക്ക്. ഇപ്പോൾ അവൾക്കൊരു ചേട്ടനെ പോലെയാണ്. സിന്ധുവും സീതയും കൂടെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറിക്കുള്ള ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഫ്സൽ. ഇതിന്ന് കഴിക്കാനുള്ളതാ, വല്ലതും നടക്കുമോ? അവൻ അത്രയും പതിയെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിന്ധു ഒരു പുച്ഛത്തോടെ അവനെ നോക്കി ചോദിച്ചു. സീതേ, ഈ പെണ്ണിനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഇവളുടെ വർത്താനയ്ക്ക് അങ്ങ് ചൊറിഞ്ഞു വരുന്നുണ്ട്. അഫ്സൽ സിന്ധുവിനെ നോക്കി ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ഒന്ന് മിണ്ടാതിരിക്കുമോ? രണ്ടിനെയും കൊണ്ട് തോറ്റത് ഞാനാ. വല്ല ഹോസ്റ്റലിലും പോയി നിന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചു വന്ന നിങ്ങളുടെ രണ്ട് വഴക്കുണ്ടാക്കുന്നതും കൂടെ കാണണം. സീത ചട്ടുക നേരെ അവരുടെ രണ്ടുപേരുടെ നേർക്ക് അടിക്കും പോലെ കാണിച്ചുകൊണ്ട് പറഞ്ഞതും സിന്ധു ഒന്നും അറിയാത്ത പോലെ ചപ്പാത്തി പരത്തി അവൾ ഇടം കാണാതെ നോക്കി.
അഫ്സലൊന്ന് ഇളിച്ച് കാണിച്ച് വീണ്ടും ഉള്ളി നന്നാക്കിക്കൊണ്ടിരുന്നു. അവരെ രണ്ടുപേരെയും നോക്കി തർപ്പിച്ച് നോക്കി വന്ന ചിരി ചുണ്ടിൽ കടിച്ചു പിടിച്ച് തിരിഞ്ഞു നിന്ന് വീണ്ടും ചപ്പാത്തി ചുട്ടുകൊണ്ടിരുന്നു സീത. സിന്ധു അഫ്സലും പരസ്പരം നോക്കി. സീത കാണാതെ കൊഞ്ഞനം കുത്തി കാണിച്ച് വീണ്ടും അവരുടെ ജോലികളിലേക്ക് തിരിഞ്ഞു. പെട്ടെന്ന് ഹാളിൽ നിന്ന് ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടതും 3 പേരും ഒരുപോലെ ഹാളിലേക്ക് നോക്കി. എൻ്റെ ഫോണാണ്, ഞാനിപ്പോൾ വരാം. ഗ്യാസ് ഓഫ് ചെയ്ത് സീത ഹാളിലേക്ക് നടന്നു. ചെല്ല് തൻ്റെ രാവണനാവും. സിന്ധു ഒരു കളിയാക്കി ചിരിയോടെ പറയുമ്പോൾ സീത അവളെ നോക്കി പുഞ്ചിരിച്ചു. സീത അടുക്കളയിൽ നിന്ന് പോയതും ഹാളിലേക്ക് നെത്തി നോക്കി അഫ്സൽ മെല്ലെ ചപ്പാത്തി പരത്തുന്ന സിന്ധുവിൻ്റെ അടുത്തേക്ക് ചെന്നു. കഴുത്തിന് ഓരം അവൻ്റെ ശ്വാസം അറിയതും അവളൊരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കാതെ അങ്ങനെ നിന്നു. അവൻ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് ചുമലിൽ അവൻ്റെ താടി ഊന്നിക്കൊണ്ട് ചപ്പാത്തി കുഴൽ പിടിച്ചിരിക്കുന്ന അവളുടെ കയ്യിൽ മെല്ലെ പിടിച്ചതും സിന്ധുട്ടാ കാതിൽ അത്രയും മൃദുലമായ അവൻ്റെ ശബ്ദം പതിഞ്ഞതും അവന് ചുമല് കൊണ്ടും തട്ടി ഗൗരവം നടിച്ചു സിന്ധു. ഒന്ന് പോയേക്കാ, നിങ്ങൾക്ക് എൻ്റെ വർത്തമാനം കേട്ടാൽ എവിടെയൊക്കെ ചൊറിഞ്ഞു വരുന്നല്ലേ പറഞ്ഞത്, പോയേ, ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല. അവൾ പിണക്കത്തോട് പറയുമ്പോൾ അവളുടെ പിൻകഴുത്തിൽ അവൻ്റെ ചുണ്ടുകൾ അമർത്തിയവൻ. ഇക്ക വേണ്ട. അവൻ്റെ ചുണ്ടുകൾ തൻ്റെ പിൻകഴുത്തിലും ചുമലിലുമെല്ലാം അലഞ്ഞു നടന്നും അവൾ പതി അവനോട് ചേർന്ന് നിന്ന് പോയി. ഇക്ക മതി, ഒന്ന് പോയേ, സീത ഇപ്പോൾ വരും. തൻ്റെ ശരീരത്തിൽ ഒഴുകി നടക്കുന്ന അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച സിന്ധു ദയനീയമായി പറഞ്ഞു. ഏയ്, സീത ഇപ്പോഴൊന്നും വരില്ല. അവളുടെ രാവണനുമായിട്ട് സല്ലപിക്കുമായിരിക്കും. എൻ്റെ മോളിങ്ങ് തിരിഞ്ഞേ. അവളെ തിരിച്ച് അവൻ്റെ മുന്നിലേക്ക് നിർത്തി അഫ്സൽ പറഞ്ഞതും മുഖമാകെ ചുവന്നു പോയി സിന്ധു അവനെ നോക്കാതെ തലതാഴ്ത്തി നിന്നു. നിങ്ങൾക്കിതെന്താ മനുഷ്യ, ഞാൻ രാത്രി നിങ്ങളുടെ അടുത്തേക്ക് തന്നെയല്ലേ ഈ വരുന്നേ, പിന്നെന്താ ഈ കാണിക്കുന്നേ? തൻ്റെ ചുണ്ടിലും കഴുത്തിലുമെല്ലാം മെല്ലെ തലോടി തന്നെ വശ്യമായി നോക്കുന്നവനെ നോക്കാൻ പോലും കഴിയാതെ സിന്ധു പറഞ്ഞു. അതൊക്കെ ശരിയാ, പക്ഷേ ഇങ്ങനെ പേടിച്ച് കട്ട് തിന്നൊരു സുഖം അതൊന്ന് വേറെ തന്നെയല്ലേ മോളെ. ഇത് നോക്കി, സീത വരുമോ എന്നൊരു പേടി ഉള്ളിലുണ്ടെങ്കിലും എന്നെ പിടിവിടാൻ കഴിയാതെ നീ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അവനെ ചുറ്റി പിടിച്ചിരിക്കുന്ന അവളുടെ കൈകളിലേക്ക് നോക്കി അഫ്സൽ പറയുമ്പോൾ അവളൊരു നാണത്തോടെ അവരുടെ നെഞ്ചിലേക്ക് പതുങ്ങിക്കിടന്നു. അവളുടെ നെറ്റിയിലുണ്ടായിരുന്ന ചപ്പാത്തിപ്പൊടി മെല്ലെയൊന്ന് ഊതി അവിടെ അമർത്തി ചുംബിച്ച് അവളെ ചേർത്ത് പിടിച്ച് അവനും. ഹലോ അമ്മേ. സീത ധൃതിയിൽ വന്ന് ഫോൺ എടുത്ത് വിളിച്ചു. സീതേ, സുഖമല്ലേ മോളെ? അവരും ഒരു പുഞ്ചിരിയോട് ചോദിച്ചു. ആ സുഖമാണ് അമ്മേ, ഞാൻ 2-3 തവണ വിളിച്ചതാണല്ലോ, അമ്മ എന്താ ഫോൺ എടുക്കാഞ്ഞേ? മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് സീത ചോദിച്ചു. ആദ്യം ഞാൻ തൊഴുത്തിലായിരുന്നു മോളെ, നിനക്കറിയുന്നല്ലേ അമ്മണി പശുവിന് ചെനയുള്ളത്, ഇന്നോ നാളെ എന്ന് പറഞ്ഞ് നിൽക്കുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിൻ്റെ അടുത്തൊന്ന് പോയിരുന്നു. അവർ പറഞ്ഞതും അവളൊരു ദീർഘശ്വാസം എടുത്തു. പശുവിൻ്റെ പിറകെ ഇങ്ങനെ നടന്നോ? സ്വന്തം ആരോഗ്യം നോക്കണ്ട, നാളെയല്ലേ ഡോക്ടറെ കണ്ട് ഷുഗറും പ്രഷറും നോക്കേണ്ട ദിവസം, അത് മറന്നു കാണോ അമ്മ? സീത അല്പം ഗൗരവത്തോടെ പറഞ്ഞു. എൻ്റെ കാര്യം ആലോചിച്ച് നീ വിഷമിക്കേണ്ട, ഞാൻ ഇന്ന് തന്നെ ഡോക്ടറെ കണ്ടു. പ്രഷർ കുഴപ്പമില്ല, ഷുഗർ ഇത്തിരി കൂടുതലാണ്, അതിന് ഡോക്ടർ മരുന്ന് തന്നു. അമ്മ പറഞ്ഞതും അവളൊരു ആശ്വാസത്തിൻ്റെ പുഞ്ചിരി തെളിഞ്ഞു. ആരാ കൂടെ വന്നത്? സുമേച്ചി വന്നോ അതോ രമണി ചേച്ചിയോ? സീത ചോദിച്ചിന് അവരൊന്ന് പുഞ്ചിരിച്ചു. കൂടെ വന്നത് ഇവർ 2 പേരുമല്ല, എൻ്റെ 2ാമത്തെ മരുമകനാ. ഞങ്ങൾ ഡോക്ടറെയും കണ്ട് ഹോട്ടലിൽ കയറി ബിരിയാണിയും കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. വരുമ്പോൾ കുറേ ഫ്രൂട്ട്സും കൂടി വാങ്ങി. അവർ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിന്ന് അവൾ ഫോണിൽ പുറകെ പിടിച്ചു. എൻ്റെ മോളെ ഭാഗ്യവൻ. അല്ല, മോളുടെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യവാ. അല്ലെങ്കിൽ ഇങ്ങനൊരു മരുമകനെ എനിക്ക് കിട്ടുമോ എന്ന് എന്നെ കാണാൻ വരും, ഒത്തിരി സംസാരിക്കും, ഒരു വിളിക്കപ്പുറം അവനുണ്ടെന്ന് വീണ്ടും വീണ്ടും ഓർപ്പിക്കും. പിന്നെ ഇതൊന്നും നിന്നോട് പറയണ്ടെന്ന് പറയും. ഞാനിപ്പോൾ പറഞ്ഞ ആ കൂട്ടത്തിൽ അറിയാതെ പറഞ്ഞു പോയതാ. അവർ പറയുമ്പോൾ താൻ കണ്ടതും അറിയൊന്നുമല്ല ഇന്ദ്രൻ എന്ന് തോന്നിപ്പോയി അവൾക്ക്.